Welcome to yet another vlog of Sovereign's Day. And today we are in Delhi. അങ്ങനെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ ഡേയിൽ നിന്നാണ്. ഞങ്ങൾ കളി കഴിഞ്ഞ് സ്ട്രേറ്റ് വി ഹെഡഡ് ടു ദി എയർപോർട്ട് കോസ് വി ഹാഡ് എ ഫ്ലൈറ്റ് ടു ക്യാച്ച് അറ്റ് 6 AM. ഞങ്ങൾ എയർ ഇന്ത്യ 6 AM ഫ്ലൈറ്റിനാണ് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലോട്ട് ട്രാവൽ ചെയ്തത്. ആസ് വി ഓൾറെഡി ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രം ദ ഫ്ലൈറ്റ്, ഞങ്ങൾ പിന്നെ വേറൊരു സ്റ്റോപ്പ് നിർത്തിയില്ല. ആൻഡ് ഓൾസോ ദ ഹോട്ടൽ ചെക്ക് ഇൻ വാസ് അറൗണ്ട് ദ നൂൺ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ സൈറ്റ് സീയിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വി ഹെഡഡ് സ്ട്രേറ്റ് ടു ദ ഇന്ത്യ ഗേറ്റ്. ഓൾറെഡി കാണുന്ന പോലെ റോഡ്സൊക്കെ അത്യാവശ്യം കൺജസ്റ്റഡ് ആയിരുന്നു, ട്രാഫിക് ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി വി റീച്ച് ദി ഇന്ത്യ ഗേറ്റ്. നമ്മൾ ഈ കാണുന്ന സ്ട്രേറ്റ് പാത്തിനെ കർത്തവ്യ പാത്ത് എന്ന് വിളിക്കും. സോ ഇൻ 2022 ഇതിനെ രാജ്പത്തിൽ നിന്ന് കർത്തവ്യ പാത്തിലേക്ക് റീനെയിം ചെയ്യപ്പെട്ടത്. ആൻഡ് ദിസ് ഇസ് ദ ഹോൾ മാപ്പ്. 3 kilometer ലെങ്ത് ഉള്ള കർത്തവ്യ പാത്ത് കണക്ട്സ് ബിറ്റ്വീൻ രാഷ്ട്രപതി ഭവൻ, വിജയ് ചോക്ക്, ഇന്ത്യ ഗേറ്റ് ടു നാഷണൽ സ്റ്റേഡിയം. ആൻഡ് ഹിയർ വി ആർ. So എൻ്റെ പിന്നിലൊരു ഇന്ത്യ ഗേറ്റ്. And behind it you can see Netaji Subhash Chandra Bose. And then ഇങ്ങോട്ട് തിരിഞ്ഞാൽ all the way back that's Rashtrapati Bhavan. And ഈ വഴിയിലാണ് നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേക്കൊക്കെ പെരേഡ് നടക്കുന്നത്. So that's happening in this road. ഇന്ത്യ ഗേറ്റ് ഒരു 42 അടി ഉയരമുള്ള ഒരു സ്ട്രക്ചർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ മെമ്മോറിയൽ സ്ട്രക്ചർ. ഓൾ ദി സോൾജേഴ്സ് ഹു പാസ്ഡ് അവേ ഇൻ ദ വേൾഡ് വാർ ആൻഡ് ദെയർ നെയിംസ് ആർ റിട്ടൺ ഓൺ ദിസ് സ്ട്രക്ചർ. ലെറ്റ് മീ ഷോ യു. കണ്ടോ? To the dead of the Indian armies who fell and are honored in the wars. ഇന്ത്യ ഗേറ്റിന്റെ ബിസൈഡ് ആയിട്ട് ഒരു ഹ്യൂമൻ സ്റ്റാച്ചു ഉണ്ടല്ലേ, ദാറ്റ് ഈസ് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്. സോ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഒരു സിംബോളിക് ആയിട്ടാണ് വി ഡു ഹാവ് ദാറ്റ്. ആക്ച്വലി ഇന്ത്യ ഗേറ്റിന് ഇങ്ങനെ ചുറ്റും വി ക്യാൻ വാക്ക് അറൗണ്ട് ആൻഡ് ദെൻ വെൻ യു കം ഹിയർ യു ക്യാൻ സീ സുഭാഷ് ചന്ദ്ര ബോസ് സ്റ്റാച്ചു. And it's like a complete black granite statue. At India War Memorial കുറച്ച് fountains ഒക്കെ ഉണ്ട്. And then again you can turn around. And at the very end of this lane you can see that's the Rashtrapati Bhavan. Then we moved on to our next destination. And before that we had a quick glimpse of our Rashtrapati Bhavan once again. And then we moved. And on the way, we could see the new Parliament House as well. In the year 1556, Mughal Emperor Humayuns accidentally stabbed me with the other night. And in memory of him, his wife was very determined to build something special for her husband. അങ്ങനെയാണ് നമുക്ക് ഹ്യൂമൻസ് ടൂം ഉണ്ടായത്. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് കം ടു സീ ഹ്യൂമൻസ് ടൂം. ആൻഡ് ദിസ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ഫസ്റ്റ് Asian garden layout tomb. So Taj Mahal also was an inspiration of Humayuns Tomb. So നമുക്കിനി അത് കാണാം. അങ്ങനെ നമ്മൾ നടന്നുള്ളിൽ കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബു ഹാലിമ ഗേറ്റ് വേ, അതായത് ഫസ്റ്റ് ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് അകത്തേക്ക് കയറും. വൺസ് യു എൻറ്റർ ഓൺ ദ റൈറ്റ് യു ക്യാൻ സ്പോട്ട് ദി അറബ് സരായ് ഗേറ്റ് വേ. ദിസ് ഇസ് എൻ ഹിസ്റ്റോറിക് റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സ് ബിൽഡ് ഫോർ ദ ക്രാഫ്റ്റ്സ്മെൻ. We have to walk all the way to the tomb. Around 150 to 160 people are buried across Humayuns Tomb complex. It includes Mughal royal family, nobilities including Humayun's wives, grandsons, and emperors like Jahandar Shah. A lot of people are buried here. And that's why Humayuns Tomb is also having a nickname called as Dormitory of the Mughals. And you can see pillars marking the directions to each of the tomb. It's not just one pillar, you can see multiple pillars across this pathway. And then finally we reached the west gate. That is the entrance to the Humayuns Tomb. 16 meters tall, grey quartzite and red sandstone കൂടെ ഉണ്ടാക്കിയ ഗേറ്റ് വേയിലൂടെ കടന്നു കയറുമ്പോൾ we see the main mausoleum. Constructed primarily out of red sandstone and white marble, Humayuns Tomb is the first monument in Indian subcontinent to employ red sandstone at an enormous and grand scale. കണ്ട, ഇതൊക്കെ വൈറ്റ് മാർബിൾ ആണ്. ഇത് ചെങ്കല്ലും. ഇതുപോലെ നമുക്ക് സ്റ്റെപ്പ് കയറണം. സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് ഇത് കാണിച്ചു തരാം. നടന്നു കയറി വന്നതിന് ശേഷം ഇവിടെ കുറച്ച് നമുക്ക് ടൂമ്പുകൾ കാണാം. മെയിൻ ടൂംബ്
inside this. നമ്മളങ്ങനെ മൊസോളിയത്തിൻ്റെ ഉള്ളിൽ കയറുമ്പം ഫുൾ വൈറ്റ് മാർബിൾസും റെഡ് സാൻഡ് സ്റ്റോൺസിൻ്റെയും സെയിം ആർക്കിടെക്ചറൽ ഡിസൈനാണ് നമുക്ക് അകത്തും കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നടുക്കൊരു മെയിൻ സെൻട്രൽ ചേംബർ ഉണ്ടാവും. അതിൻ്റെ സൈഡിലായിട്ട് 8 മെയിൻ സൈഡ് ചേമ്പേഴ്സ് ഉണ്ടാവും. എന്നിട്ട് അതിന് ചുറ്റും വീണ്ടും 8 സ്മോൾ ചേമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെ മൊത്തം 124 വാൾട്ടഡ് റൂംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ ദ സെൻറ്റർ വി ഹാവ് ദ ഹ്യൂമയൂൺസ് ടോംബ്. അവിടത്തെയും ആർക്കിടെക്ചറും ഡിസൈൻസും ആ കാലത്ത് ഇറ്റ് വാസ് ലൈക്ക് റിയലി ഗുഡ് ടു സീ. നമുക്ക് ആ കാലത്ത് ഇവരിങ്ങനെ പണിതൂലോ എന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ വിൽ ബി ലൈക്ക് റിയലി മെസ്മറൈസ്ഡ്. അങ്ങനെ കുറേ പേര് അകത്ത് കയറി. ഇവിടെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല. So everybody was taking pictures and going into every chambers and seeing all the places. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ വി ക്യാൻ സീ എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ. എടുത്തു പറയേണ്ടതാണ്, ഡൽഹിയിൽ ഞങ്ങൾ കണ്ട എല്ലാ സ്ഥലത്തും ഗാർഡൻസ് വാസ് റിയലി ഗുഡ്. ഫുൾ ലഷ് ഗ്രീൻ ട്രീസ്, പ്ലാന്റ്സ്, ഫ്ലവേഴ്സ്, ബേർഡ്സ്, പീകോക്സ് എല്ലാം നല്ല ഭംഗിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും പുറത്തത്തെ ആർക്കിടെക്ചറൽ ഭംഗിയൊക്കെ കണ്ട്, ഇപ്പോൾ അവരുടെ കൊത്തുപണികളാണെങ്കിലും അവരുടെ ഡിസൈൻസ് പാറ്റേൺസ് ഉണ്ടാക്കിയതാണെങ്കിലും ഒക്കെ വളരെ നല്ലതായിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എലവേറ്റഡ് പ്ലാറ്റ്ഫോമിലാണ് ഓൾറെഡി. ആൻഡ് ഇത് ബേസിക്കലി ബിൽഡ് ചെയ്തേക്കുന്നത് നമ്മുടെ എർത്തും ഈ സേക്രഡായ ബറിൽ സ്പേസും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദി അപ്പർ ലെവൽ, അതായത് നമ്മുടെ മെയിൻ മൊസോളിയത്തിൽ നമ്മൾ കാണുന്ന ടോംബ് ഈസ് ആക്ച്വലി എ സിംബോളിക് ഗ്രേവ് മാർക്കർ. ആക്ച്വൽ ബറിയൽ ക്രിപ്റ്റ് containing Humayuns remains lies beneath this chamber in the lower platform. എന്നിട്ട് നമ്മൾ വീണ്ടും അവിടെ ചുറ്റുമുള്ള എല്ലാം കാണാനുള്ളതൊക്കെ കണ്ടിട്ട് നമ്മൾ വെസ്റ്റ് ഗേറ്റിൽ കൂടെ തന്നെ പുറത്തോട്ട് ഇറങ്ങി. ആൻഡ് ദെൻ വി കെയിം അക്രോസ് അനദർ ടോംബ് ഓഫ് ഇസാ ഖാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നതുപോലെ ഈ ഹ്യൂമയൂൺസ് ടോംബ് കോംപ്ലക്സിൻ്റെ അകത്ത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ റോയൽ ഫാമിലി ബട്ട് നോബിൾസ് ആർ ബറീഡ് ഹിയർ ആസ് വെൽ. ഹ്യൂമയൂൺസ് ടോംബിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻറ്റ് സ്ട്രക്ചറും കളേഴ്സൊക്കെ ആയിരുന്നു ഈ ഇസാ ഖാൻസ് ടോംബിനായിരുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ കണ്ടിട്ട് പയ്യെ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. നെക്സ്റ്റ് നമ്മളൊരു 73 മീറ്റർ ടോളായ ഒരു റെഡ് ബ്രിക്ക് സ്റ്റോണും മാർബിളും കൊണ്ടുണ്ടാക്കിയ ഒരു ടവർ. സോ ബേസിക്കലി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഖുത്ബ് മിനാറാണ്. ഭയം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ചെറിയൊരു ഗാർഡനാണ്. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് നടക്കുമ്പോഴേക്കും വി ക്യാൻ സ്പോട്ട് കുത്തബ് മിനാർ. നമുക്ക് ബാക്കി നമ്മൾ ഹ്യൂമയൂൺസ് ടോംബിലൊക്കെ പോയപ്പോൾ കുറച്ച് നമുക്ക് ഉള്ളിലോട്ട് നടന്നിട്ട് വേണമായിരുന്നു നമുക്ക് മെയിൻ സൈറ്റ് കാണാൻ. ബട്ട് കുത്തബ് മിനാർ വാസ് പ്രിറ്റി ക്ലോസ് ടു ദ റോഡ്. കുത്തബ് മിനാർ was built by first Muslim ruler of Delhi Sultanate, and it was built like a tower of victory and to showcase his power. It was basically like a complex. There was a mosque, there is an Ashoka pillar which I will be showing you soon, and there was Alai Minar, and it was basically like a complex. That's what we see the remaining still now surrounding the Qutub Minar. 1600 വർഷമായി തുരുമ്പിടിച്ചിട്ടില്ല. And yes, that's the speciality of Ashoka pillar or called iron pillar. So ഇത് 1600 വർഷമായിട്ടും ഇതുവരെ തുരുമ്പ് പിടിച്ചിട്ടില്ല. That's a speciality. ഒരു ഷോട്ട് നോക്കിയേ, ഇതിൽ മനസ്സിലാവുന്നില്ലേ that Qutub Minar is slightly tilted. ടു ബി ഓണസ്റ്റ്, നമ്മൾ നേരിട്ട് കാണുമ്പോൾ വലിയ ടിൽറ്റിങ് ഉണ്ടെന്ന് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യത്തില്ല. തൊട്ടടുത്ത് പോയി നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല. കുറച്ച് നമ്മൾ അകന്ന് നിൽക്കുമ്പോൾ വി ക്യാൻ ഫീൽ എ ബിറ്റ് ഓഫ് ടിൽറ്റിങ്, ബട്ട് നോട്ട് ഷുവർ ഇഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദറ്റ് ആർക്കിടെക്ചർ നമുക്ക് അങ്ങനെ തോന്നുന്നതാണോ. ബട്ട് വെൻ ഐ ഗൂഗിൾഡ് ഇറ്റ് സെഡ് ദാറ്റ് ഇറ്റ്സ് ടിൽറ്റഡ് അറൌണ്ട് 25 inches. ഇനി ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പറ്റിയാൽ നമുക്ക് പോവാം, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഫോർ ദ ഡേ 1. ഇനി അപ്പം എന്തായാലും നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹോട്ടലായ ഹയാത്ത് സെൻട്രിക്കിലോട്ട് വന്നു. ആൻഡ് ഈ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ ജനക്പുരി മെട്രോ സ്റ്റേഷൻ. സോ നൗ വി ഹാവ് കം ടു ദ റൂം. ഹയാത്തിൽ നമ്മൾ ഓൾറെഡി റൂം എടുത്തായിരുന്നു. സോ വി ഹാവ് ചെക്ക് ഇൻ ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ ദ റൂം ടൂർ. കയറി ചെല്ലുമ്പോൾ നമുക്ക് ലെഫ്റ്റിൽ 2 കബേർഡ്സ് ഉണ്ട്, റൈറ്റിൽ റെസ്റ്റ് റൂം ഉണ്ട്. ആൻഡ് ദെൻ വി ഹാവ് അവർ ബെഡ്സ്. ഇറ്റ് വാസ് ട്വിൻ ബെഡ്സ് and it was really spacious. And then we do have a table, chair and a beautiful city view. With that, we wrapped our day 1. See you tomorrow. Thanks for watching.